ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ചായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാമെന്ന്. കാരണം ബൾക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനും അതൊരു ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ മറന്നു പോകാനും ഒരു സാധ്യത ഉണ്ടാവും. സോ നമുക്കിങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പഠിക്കുകയും കൂടെ വേണം. അല്ലെങ്കിൽ ആദ്യം പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാൻ ഒരു സാധ്യത ഉണ്ട്. അപ്പം കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പം വീണ്ടും അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞാൽ മതി, അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പേശികോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് ഓപ്ഷൻ എ ഫാസിക്കൽ, ബി മയോഫൈബ്രിൻ, സി സാർക്കോമിയർ, ഡി ആക്റ്റിൻ. ഉത്തരം ഓപ്ഷൻ സി സാർക്കോമിയർ. സാർക്കോമിയർ ആണ് പേശികോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റ്. നമുക്ക് മനുഷ്യ ശരീരത്തിലെ പേശികളെ കുറിച്ചിട്ടൊക്കെ അറിയാവുന്നതാണ്. ആകെ 639 പേശികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. നമ്മൾ പേശികളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 3 ടൈപ്പ് പേശികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അതായത് സ്കെലിറ്റൽ മസിൽസ്, അതായത് എല്ലുകളുടെ പേശികൾ, അതുപോലെ കാർഡിയാക് മസിൽസ്, ഹൃദയത്തിൻ്റെ പേശി, പിന്നെ സ്മൂത്ത് മസിൽസ്, അതായത് മിനുസമാർന്ന പേശികൾ. പേശികളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. PSCക്ക് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പേശികളെ കുറിച്ചിട്ട് അസ്ഥികളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് നോക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഹോർമോൺ. ഓപ്ഷൻസ് കോർട്ടിസോൾ, തൈമോസിൻ, ഇൻസുലിൻ, വാസോപ്രസിൻ. ഉത്തരം ഓപ്ഷൻ ബി തൈമോസിൻ. ഈ തൈമോസിൻ ഹോർമോണ് സെക്രീറ്റ് ചെയ്യുന്നത് തൈമസ് ഗ്ലാൻഡ് എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ T സെൽസിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും തൈമോസിനാണ്. T സെൽസ് എന്ന് പറഞ്ഞാൽ T ലിംഫോസൈറ്റ്. ഇത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. ഇപ്പോൾ പുറത്തുനിന്ന് ഏതൊരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് T സെൽസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നതും ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും ഈ തൈമോസിൻ ഹോർമോണാണ്. അടുത്ത ചോദ്യം, ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. ഓപ്ഷൻസ് യൂറിയ, അമോണിയ, ജലം, യൂറിക് ആസിഡ്. ഉത്തരം ഓപ്ഷൻ ഡി യൂറിക് ആസിഡ്. നമ്മൾ പറഞ്ഞത് ഇത്രയാണ്. പേശികോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റ് സാർക്കോമിയർ, യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ, ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു യൂറിക് ആസിഡ്. അടുത്ത ചോദ്യം, ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻസ് ജോൺ റേ, കാൾ ലിനേയസ്, അരിസ്റ്റോട്ടിൽ, തിയോഫ്രോസ്റ്റ്. ഉത്തരം ഓപ്ഷൻ ബി കാൾ ലിനേയസ്. കാൾ ലിനേയസ് ആണ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. അടുത്ത ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ്. ഓപ്ഷൻസ് ഉള്ളത് ആസ്ട്രോസൈറ്റുകൾ, കഫർ സെല്ലുകൾ, ഒളിഗോഡെൻഡ്രൈറ്റുകൾ, ഷ്വാൻ സെല്ലുകൾ. ഉത്തരം ഓപ്ഷൻ സി ഒളിഗോഡെൻഡ്രൈറ്റുകൾ. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ത്? ഓപ്ഷൻസ് ഉള്ളത് ഓപ്ഷൻ എ യാഥാർത്ഥ്യം തലതിരിഞ്ഞത്, ഓപ്ഷൻ ബി യാഥാർത്ഥ്യം നിവർന്നത്, ഓപ്ഷൻ സി
മിഥ്യ നിവർന്നത്. ഓപ്ഷൻ ഡി മിഥ്യ തലതിരിഞ്ഞത്. ഉത്തരം ഓപ്ഷൻ എ യാഥാർത്ഥ്യം തലതിരിഞ്ഞത്. അതായത് മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജസ് ആണ്. അതായത് യാഥാർത്ഥ്യവും തലതിരിഞ്ഞതുമായ പ്രതിബിംബമായിരിക്കും റെറ്റിനയിൽ ഉണ്ടാവുക. അവിടുന്ന് ഈ ഇമേജിൻ്റെ ഇമ്പൾസസൊക്കെ നമ്മൾ ബ്രെയിനിൽ എത്തിയിട്ടാണ് അവിടെ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് കാണാൻ പറ്റുന്നത്. അടുത്ത ചോദ്യം, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ത്? ഓപ്ഷൻസ് ഉള്ളത് ആംസ്ട്രോങ്, ന്യൂട്ടൺ, വൈബർ, ഫെർമി. ഉത്തരം ഓപ്ഷൻ ഡി ഫെർമി. അടുത്ത ചോദ്യം, ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം എന്ത്? ഓപ്ഷൻസ് ചാൾസ് നിയമം, ആർക്കിമെഡിക് തത്വം, പാസ്കൽ നിയമം, ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം. ഉത്തരം ഓപ്ഷൻ സി പാസ്കൽ നിയമം. അതായത് പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ആദ്യം ചോദിച്ചത് മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ത് എന്നായിരുന്നു. അതിൻ്റെ ഉത്തരം യാഥാർത്ഥ്യം തലതിരിഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഉത്തരം ഫെർമിയാണ്. അടുത്തത്, ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം ഏത്? ഉത്തരം പാസ്കൽ നിയമം. അടുത്ത ചോദ്യം, സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത്? ഓപ്ഷൻസ് ഓപ്ഷൻ എ ഫോട്ടോ ഇലക്ട്രിക് പ്രവർത്തനം, ഓപ്ഷൻ ബി ഫ്യൂഷൻ പ്രവർത്തനം, ഓപ്ഷൻ സി ഫിഷൻ പ്രവർത്തനം, ഓപ്ഷൻ ഡി ഡോപ്ലർ എഫക്റ്റ്. ഉത്തരം ഓപ്ഷൻ ബി ഫ്യൂഷൻ പ്രവർത്തനം. അതായത് ഫ്യൂഷൻ പ്രവർത്തനം കാരണമാണ് സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നത്. അടുത്ത ചോദ്യം, ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്ത വാതകം ഏത്? ഓപ്ഷൻസ് മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ. ഉത്തരം ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, ആൽഫന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത്? ഓപ്ഷൻസ് മൗസ്, ജോയ്സ്റ്റിക്ക്, കീബോർഡ്, ലൈറ്റ് പെൻ. ഉത്തരം ഓപ്ഷൻ സി കീബോർഡ്. കീബോർഡാണ് ആൽഫന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത്? ഓപ്ഷൻസ് റോം, ഓപ്ഷൻ ബി റാം, ഓപ്ഷൻ സി പ്രോം, ഓപ്ഷൻ ഡി ഇപ്രോം. ഉത്തരം റാം. റാമാണ് താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി. അടുത്ത ചോദ്യം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻസ് ഉള്ളത് ഓപ്ഷൻ എ ലാംഗ്വേജ് പ്രോസസ്സർ, ഓപ്ഷൻ ബി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഉത്തരം ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന വിഭാഗത്തിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ ഉള്ളത്. ഇതൊന്നുകൂടി പറയാം. ആദ്യം ചോദിച്ചത് ആൽഫന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത് എന്നായിരുന്നു. അത് ഉത്തരം കീബോർഡാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത്? ഉത്തരം റാം ആണ്. റാമിലാണ് താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നായിരുന്നു.
ഉത്തരം ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഓപ്ഷൻസ് ടെലിഫോൺ നെറ്റ്വർക്ക്, കേബിൾ ടി വി നെറ്റ്വർക്ക്, റെയിൽവേ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ URLൻ്റെ പൂർണ്ണരൂപം എഴുതുക. ഓപ്ഷൻസ് ഉള്ളത് ഓപ്ഷൻ എ യുണൈറ്റഡ് റിസോഴ്സ് ലൊക്കേഷൻ, ഓപ്ഷൻ ബി യൂണിഫോം റിസോഴ്സ് ലൊക്കേഷൻ, ഓപ്ഷൻ സി യുണൈറ്റഡ് റിസോഴ്സ് ലോഗിൻ, ഓപ്ഷൻ ഡി യൂണിറ്റി റിസോഴ്സ് ലൊക്കേഷൻ. ഉത്തരം ഓപ്ഷൻ ബി യൂണിഫോം റിസോഴ്സ് ലൊക്കേഷൻ. ഇതാണ് URLൻ്റെ പൂർണ്ണരൂപം, യൂണിഫോം റിസോഴ്സ് ലൊക്കേഷൻ. അടുത്ത ചോദ്യം, ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് ഉള്ളത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ലോക്സഭാ സ്പീക്കർ, അറ്റോർണി ജനറൽ. ഉത്തരം ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കർ. അതായത് ലോക്സഭാ സ്പീക്കറാണ് ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? ഓപ്ഷൻസ് ഉള്ളത് ഓപ്ഷൻ എ ലോക്സഭ രാജ്യസഭ അംഗങ്ങൾ, ഓപ്ഷൻ ബി ലോക്സഭ രാജ്യസഭ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ, ഓപ്ഷൻ സി പ്രസിഡൻറ്റ് ലോക്സഭ രാജ്യസഭാ അംഗങ്ങൾ, ഓപ്ഷൻ ഡി ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇവനാണ് ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻസ് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ഗുൽസാർലാൽ നന്ദ, ബൽദേവ് സിംഗ്. ഉത്തരം ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം, സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻസ് യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. ഒരു ലിസ്റ്റിലും ഉൾപ്പെടുന്നില്ല. ഉത്തരം ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ്. അതായത് സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഉത്തരം ലോക്സഭാ സ്പീക്കർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആയിരുന്നു. ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം, സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ഉത്തരം യൂണിയൻ ലിസ്റ്റ്. അടുത്ത ചോദ്യം, 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻസ് ഓപ്ഷൻ എ 3-ാം ഭേദഗതി, ഓപ്ഷൻ ബി 5-ാം ഭേദഗതി, ഓപ്ഷൻ സി 7-ാം ഭേദഗതി, ഓപ്ഷൻ ഡി 9-ാം ഭേദഗതി. ഉത്തരം ഓപ്ഷൻ സി 7-ാം ഭേദഗതി. അടുത്ത ചോദ്യം, സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റേതാണ്? ഓപ്ഷൻസ് കെ പത്മനാഭൻ,
ഇ മുഹമ്മദ്, ഡൊമിനിക് ചാക്കോ കിഴക്കേമുറി, എൻ വാസുദേവൻ നായർ. ഉത്തരം ഓപ്ഷൻ ബി ഇ മുഹമ്മദ്. അടുത്ത ചോദ്യം, 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം. ഓപ്ഷൻസ്: പി വി സിന്ധു, സൈന നെഹ്വാൾ, ശ്രീകാന്ത് കിഡംബി, പ്രണോയ് കുമാർ. ഉത്തരം ഓപ്ഷൻ എ പി വി സിന്ധു. അടുത്ത ചോദ്യം, ഇൻകുലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചതാര്? ഓപ്ഷൻസ്: സച്ചിദാനന്ദൻ, പൊൻകുന്നം വർക്കി, സി എൻ ശ്രീകണ്ഠൻ നായർ, പി ജെ ആൻ്റണി. ഉത്തരം ഓപ്ഷൻ ഡി പി ജെ ആൻ്റണി. അടുത്ത ചോദ്യം, 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏത്? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏത്? ഓപ്ഷൻസ്: ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ശ്രീലങ്ക. ഉത്തരം ഓപ്ഷൻ സി ന്യൂസിലാൻഡ്. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ഓപ്ഷൻസ് ഉള്ളത് അമേരിക്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ക്യൂബ. ഉത്തരം ഓപ്ഷൻ ബി ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി. അടുത്ത ചോദ്യം, 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. ഓപ്ഷൻസ്: ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, സ്കോട്ട്ലാൻഡ്, ഇന്ത്യ. ഉത്തരം ഓപ്ഷൻ എ ദക്ഷിണാഫ്രിക്ക. അടുത്ത ചോദ്യം, കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: പാലക്കാട്, വയനാട്, തൃശ്ശൂർ, മലപ്പുറം. ഉത്തരം ഓപ്ഷൻ ഡി മലപ്പുറം. കവളപ്പാറ എന്ന സ്ഥലം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, എത്രാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 17, ഓപ്ഷൻ ഡി 18. ഉത്തരം ഓപ്ഷൻ സി 17. 17ാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു? ഓപ്ഷൻസ്: പ്രഗ്യാൻ, ഓപ്ഷൻ ബി വിക്രം, ഓപ്ഷൻ സി എക്സ്പ്ലോറർ, ഓപ്ഷൻ ഡി കലാം. ഉത്തരം ഓപ്ഷൻ ബി വിക്രം. അടുത്ത ചോദ്യം, 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പ്രൊഫസർ രവീന്ദ്രനാഥ്, ഓപ്ഷൻ ബി മേഴ്സിക്കുട്ടിയമ്മ, ഓപ്ഷൻ സി കെ ടി ജലീൽ, ഓപ്ഷൻ ഡി കെ രാജു. ഉത്തരം ഓപ്ഷൻ ഡി കെ രാജു. കെ രാജു ആണ് 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി മലപ്പുറം. എത്രാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്? ഓപ്ഷൻ സി 17 ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി വിക്രം. അടുത്ത ചോദ്യം,
14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി കെ രാജു. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCക്ക് പഠിക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. നിർബന്ധമായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. ഇന്നലെ നമുക്കത് PSC എക്സാമിന് അത് ഉപകാരമാവുള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.